നിറഞ്ഞ പൂക്കളുണ്ടാകുന്ന ഒരു ബിഗോണിയ വെറൈറ്റിയാണ് വാക്സ് ബിഗോണിയ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എല്ലാവർക്കും ഒരിക്കൽ കൂടി ലീഫ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബിഗോണിയേസി കുടുംബത്തിൽപ്പെട്ട പൂക്കളുണ്ടാകുന്ന ഒരു സസ്യജനുസാണ് ബിഗോണിയ. ഈ ഒരു വെറൈറ്റി ബിഗോണിയ വാക്സ് ബിഗോണിയ, സമ്മർ ബിഗോണിയ എന്നീ പേരുകളിലെല്ലാം അറിയപ്പെടുന്നുണ്ട്. ബിഗോണിയ ചെടികൾ മൊണേഷ്യസ് ആണ്, അതായത് ഒരു ചെടിയിൽ തന്നെ ആൺപൂക്കളും ഉണ്ടാകും പെൺപൂക്കളും ഉണ്ടാകും. ഇതിനെയാണ് മൊണേഷ്യസ് എന്ന് പറയുന്നത്. പൂവിൻ്റെ അടിഭാഗത്തായിട്ട് ത്രികോണാകൃതിയിൽ അണ്ഡാശയം ഉള്ളത് പെൺപൂവും ഇല്ലാത്തത് ആൺപൂവുമായിരിക്കും. പെൺപൂക്കളിൽ കായായിട്ട് പരിണമിക്കുന്ന അണ്ഡാശയം 3 ചിറകുകൾ പോലെയുള്ള ഭാഗമുള്ളവയായിരിക്കും. ഫലത്തിനുള്ളിൽ സൂക്ഷ്മമായ അനേകം വിത്തുകൾ കാണാം. ആൺപൂക്കളിൽ ഒട്ടേറെ കേസരങ്ങളും കാണാം. നമ്മൾ ഈ പ്ലാന്റ്സുകൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് സീഡ് മുളപ്പിച്ചിട്ടാണ്. സീഡിൽ നിന്ന് മാത്രമല്ല, കട്ടിങ്സിൽ നിന്നും പുതിയ പ്ലാന്റ്സുകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ പോട്ടി മിക്സ് ആയിട്ട് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത് ചകിരിച്ചോറ്, മണ്ണ്, ചാണകപ്പൊടി ഇവയുടെ ഒരു മിക്സാണ്. അതുപോലെ തന്നെ അല്പം ലീഫ് മോൾഡ്, അതായത് കരിയില പൊടിച്ച് നല്ല ഉണങ്ങിയ കരിയില വേണം എടുക്കാനായിട്ട്. അവ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് വേരോട്ടം കിട്ടുന്നതിനും അത്യാവശ്യം മോയ്സ്ചർ കണ്ടൻറ്റ് തങ്ങി നിൽക്കുന്നതിനൊക്കെ അത് സഹായകമാകും. ഈ സൈസിലുള്ള 6 പ്ലാന്റ്സുകൾ നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും വെറും 399 രൂപയ്ക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കുന്നതാണ്. DTDC കൊറിയർ വഴിയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. എക്സ്ട്രാ കൊറിയർ ചാർജ് ഒന്നും തന്നെ നൽകേണ്ടതില്ല. വിത്തൗട്ട് പോട്ടായിട്ടാണ് ഈ പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് അയച്ചു തരുന്നത്. ഇതിൻ്റെ പരിചരണത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ല. നല്ല തിളക്കമാർന്ന ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഹേർട്ട് ഷേപ്പിലുള്ള ഒരു ലീഫുകളാണ് ഇവയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം വെള്ളം തങ്ങി നിൽക്കുന്ന തരത്തിലുള്ളൊരു ലീഫുകളാണ്. വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നല്ല വെളിച്ചമുള്ള ഭാഗത്ത് വെച്ചാലാണ് നന്നായിട്ട് പൂക്കളുണ്ടാവുക. എന്നാൽ ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കണമെന്നില്ല. ഓവർ വാട്ടറിങ് ആയി കഴിയുമ്പോഴാണ് ഇവയുടെ ലീഫുകൾക്കൊക്കെ ഒരു മഞ്ഞ കളർ വന്നിട്ട് പ്ലാന്റിന് ഡാമേജ് സംഭവിക്കുന്നത്. അതുകൊണ്ട് അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അല്പം മെച്ചുറായി കഴിഞ്ഞ പ്ലാന്റ്സിൽ നിന്നും നമ്മൾ കമ്പുകൾ വെട്ടിയെടുത്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് പുതിയ പ്ലാന്റ്സുകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു പരിധി കഴിയുമ്പോൾ ഈ പ്ലാന്റ് നശിച്ചു പോകും. അതിനു മുമ്പായിട്ട് തന്നെ നമ്മൾ പുതിയ പ്ലാന്റ്സുകൾ ഉണ്ടാക്കിയെടുക്കണം. കട്ടിങ്സ് പിടിപ്പിക്കാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു മീഡിയ എന്ന് പറയുന്നത് ഒന്നുകിൽ ചകിരിച്ചോറ് അല്ലെങ്കിൽ മണൽ. ഇവയിൽ രണ്ടിലുമാണ് നമുക്ക് കട്ടിങ്സ് പിടിപ്പിച്ചെടുക്കാൻ ഏറ്റവും എളുപ്പം. നമ്മൾ ഏതൊരു പ്ലാന്റ്സുകൾ കട്ടിങ്സ് പിടിപ്പിക്കുന്ന സമയത്തും അവയിൽ വളങ്ങളൊന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. വളങ്ങൾ ചേർക്കുന്നത് മൂലം അവയ്ക്ക് ഫംഗൽ ബാധ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വളങ്ങൾ ആഡ് ചെയ്യരുതെന്ന് പറയുന്നത്. ഈ പ്ലാന്റ്സുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ. നിങ്ങൾ ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചാനലൊന്ന് ഹൈപ്പ് ചെയ്യുകയും ചെയ്യണം. വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.